PSC ടെസ്റ്റ് എഴുതി ഏതെല്ലാം യൂണിഫോം ജോലികൾ നേടിയെടുക്കാൻ സാധിക്കും? അത് തന്നെ 10ാം ക്ലാസ് യോഗ്യതയിൽ, +2 യോഗ്യതയിൽ, ഡിഗ്രി യോഗ്യതയിൽ, ഇങ്ങനെ 3 യോഗ്യതയിലും നമുക്ക് യൂണിഫോം ജോലികൾ ഏതൊക്കെയാണ് PSCയിലൂടെ ലഭിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, വീഡിയോ മുഴുവൻ കാണുക കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് 10ാം ക്ലാസ് യോഗ്യത, അതായത് നമ്മുടെ SSLC യോഗ്യത വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് എക്സാമിനോടൊപ്പം തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട് അല്ലേ, ഓട്ടം ചാട്ടം തുടങ്ങിയ ഫിസിക്കൽ ടെസ്റ്റുകളുണ്ട്. അതേപോലെ തന്നെ ഏജ് ലിമിറ്റും സാധാരണഗതിയിലുള്ള PSCയുടെ ഏജ് ലിമിറ്റ് അല്ല, കുറയുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ നിലയ്ക്ക് നമുക്ക് 10ാം ക്ലാസ് യോഗ്യത വെച്ചിട്ട് നമുക്കുള്ള എന്തെല്ലാം യൂണിഫോം തസ്തികകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ പോസ്റ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറാണ്. ഇത് വനിതകൾക്കുണ്ട് കേട്ടോ, വിമൻ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുണ്ട്. ഞാൻ വനിതാ യൂണിഫോം തസ്തികയിലൂടെ പ്രധാനമായിട്ടും എടുത്ത് പറയുന്നില്ല, പുരുഷന്മാർക്കുള്ളതാണ് ഇവിടെ പറയുന്നത്. മറ്റ് വനിതകൾക്കുള്ള യൂണിഫോം തസ്തിക പ്രത്യേക ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, അതേപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ IRB ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ റെഗുലർ വിങ്ങും അതേപോലെ തന്നെ കമാൻഡോ വിങ്ങും, ഇങ്ങനെ രണ്ട് പോസ്റ്റ് ഉണ്ട്. ഈ IRB തന്നെ റെഗുലർ വിങ്ങും ഒന്നുണ്ട്, അതേപോലെ തന്നെ കമാൻഡോ വിങ്ങും ഉണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. അപ്പോൾ ഇത് മൂന്നുമാണ് പ്രധാനമായിട്ടും 10th ലെവലിൽ SSLC യോഗ്യതയിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന യൂണിഫോം പോസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കിനി ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം അല്ലേ. യെസ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ. സോ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ എന്ന് പറയുന്ന തസ്തിക ഒരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനാണ്, ജില്ലാതലമല്ല സംസ്ഥാന തലത്തിലുള്ളൊരു നോട്ടിഫിക്കേഷനാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 വയസ്സ് 36 വയസ്സാണ്. 18 to 36 വയസ്സാണ്. ഇതിൽ തന്നെ OBC കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 3 വർഷത്തെ വയസ്സിലുമുണ്ട്. അപ്പോൾ 39 വയസ്സുള്ള OBC കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം. അതുപോലെ SC/STക്കാർക്ക് 5 വർഷത്തെ വയസ്സിലുമുണ്ട്. അപ്പോൾ അവർക്ക് 41 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ജനറലായിട്ട് 18-36 വയസ്സാണ് ഇതിൻ്റെ വയസ്സെന്ന് പറയുന്നത്. ഇനി അടുത്ത സാലറി നോക്കിയേ, 27,900, 63,700 ഇതാണ് ലേറ്റസ്റ്റ് ആയിട്ട്. 27,900, 63,700 സാലറി സ്കെയിലായിട്ട് വരുന്നത്. ഇനി ഇതിൻ്റെ ഫിസിക്കലായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്കലായിട്ട് എന്ത് വേണം, നമുക്കൊരു യോഗ്യത വേണം അല്ലേ. അപ്പോൾ അതിന് നീളം, ചെസ്റ്റ്, ഇതൊക്കെ അവിടെ പരിഗണിക്കപ്പെടേണ്ടി വരും. അപ്പോൾ അവിടെ ഫിസിക്കലായിട്ടുള്ളൊരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഹൈറ്റ് നമുക്ക് 165 സെൻറ്റിമീറ്റർ വേണം ജനറലുകാർക്ക്. ഇനി ഇവിടെ SC/STക്കാർക്ക് ഒരു ഇളവുണ്ട്, അവർക്ക് 160 സെൻറ്റിമീറ്റർ നീളം മതിയാകും. അതേപോലെ തന്നെ ചെസ്റ്റ് വരുന്നുണ്ട്. ചെസ്റ്റ് വരുന്നത് 81.3 സെൻറ്റിമീറ്റർ ആണ് നെഞ്ചളവ് വേണ്ടത്. വികസിപ്പിക്കുമ്പോൾ 5 വരണം. ഇതാണ് ഇവിടെ SC/STക്കാർക്ക് പ്രത്യേകിച്ച് ആനുകൂല്യം വരുന്നില്ല, എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ്. ഇതാണ് ഇതിൻ്റെ ഫിസിക്കലായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും അവസാനം PSC എന്നാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വിളിച്ചത്? 2001 ഡിസംബറിലാണ് അവസാനമായിട്ട് ഈ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ വന്നത്. ഓക്കെ, 2021 ഡിസംബറിൽ വരുന്നു. അന്ന് വന്ന് എക്സാം നടന്നത് 2023 ഏപ്രിലാണ്. 2023 ഏപ്രിൽ പരീക്ഷ വരുന്നു. കട്ട് ഓഫ് 58.33 ആണ്. അന്ന് പ്രിലിംസ് മെയിൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നമ്മുടെ കോവിഡൊക്കെ ശേഷം ആ ഒരു കാലഘട്ടമാണ്, പരീക്ഷ നീണ്ടുപോയിട്ടുണ്ട്. കട്ട് ഓഫ് മെയിൻസ് പരീക്ഷയിൽ കട്ട് ഓഫ് വരുന്ന 58.33 മാർക്കാണ് കട്ട് ഓഫ് മാർക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് 2024. നമുക്ക് പരീക്ഷ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഷോർട്ട് ലിസ്റ്റ് വരും. ഷോർട്ട് ലിസ്റ്റ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് മെയിൻ ലിസ്റ്റ് പിന്നീട് ഇതിന് ഫിസിക്കലിന് വിളിക്കും. ഫിസിക്കൽ കഴിഞ്ഞാൽ ഫിസിക്കലിൽ ഏതൊക്കെ ഐറ്റം ഉള്ളത് നമുക്ക് ലാസ്റ്റ് പറയാം. അപ്പോൾ ഏതൊരു യൂണിഫോം തസ്തികയ്ക്കും ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. 8 ഐറ്റമാണ്. ആ ഐറ്റങ്ങൾ ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ പാസ്സായി കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരുന്നത്. അങ്ങനെ 2024 ഫെബ്രുവരിയിൽ റാങ്ക് ലിസ്റ്റ് വന്നു. മെയിൻ ലിസ്റ്റിൽ 1239 പേരുണ്ടായിരുന്നു. ആദ്യം ഫിസിക്കലിന് മുമ്പ് ഒരു ലിസ്റ്റ് ഇടുമല്ലോ, ആ ലിസ്റ്റിൽ 9,000 ആൾക്കാർ വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി വന്നതിൽ നിന്നും 1239 പേരെ മെയിൻ ലിസ്റ്റിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടും പിന്നീട് കുറച്ച് പേര് സപ്ലൈ ലിസ്റ്റിലായിട്ടുമാണ് റാങ്ക് ലിസ്റ്റ് 2024 വരുന്നത്. ഇതിൻ്റെ ഒന്നാമത്തെ റാങ്കുകാരൻ നമ്മുടെ ജോയലാണ്, നമ്മുടെ ഇന്റേണൽ സ്റ്റുഡൻറ്റ് ജോയലാണ് ഇതിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൽ 1ാം റാങ്ക് ഉണ്ടായിരുന്നത്. ഇനി 2018 എക്സാം ഇതിന് മുമ്പ് വിളിച്ചിട്ടുണ്ട്. 2018 എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് 76 ആയിരുന്നു. ഓക്കെ, ലേറ്റസ്റ്റ് ആയിട്ട് 58 കട്ട് ഓഫ് വന്നത്. അതിന് മുമ്പ് നടന്നത് 2018 ഒരു എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അതിൽ കട്ട് ഓഫ് 76 മാർക്കാണ്. 2016 നോട്ടിഫിക്കേഷൻ വന്ന് 2018 ഇതിന് മുമ്പ് പരീക്ഷ നടന്നത്. അതുപോലെ അതിൻ്റെ റാങ്ക് ലിസ്റ്റ് 2020 മാർച്ചിൽ നിലവിൽ വന്നായിരുന്നു. അന്നത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 913 അഡ്വൈസ് ആണ് പോയത്. അതായത് 2024 മുമ്പൊരു പരീക്ഷ നടത്തിയ ഒരു റാങ്ക് ലിസ്റ്റ് വന്നായിരുന്നു. അതിൽ നിന്ന്
913 അഡ്വൈസ് പോയിട്ടുണ്ട്. ഇത് കാലാവധി റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏകദേശം 3 വർഷത്തോളത്തോളം ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ CPO പോലെ 1 വർഷമല്ല റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി, 3 വർഷമാണ് നമ്മുടെ പ്രിസൺ ഓഫീസറുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ 2016 വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 2018 പരീക്ഷ നടന്ന് 2020 റാങ്ക് ലിസ്റ്റ് വന്ന അതിൽ നിന്ന് 913 പേരെ എടുത്തു. അതിനുശേഷം 2021 നോട്ടിഫിക്കേഷൻ വന്നത്. അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റ് വന്നത് 2024 റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഒരു 3 വർഷത്തോളം ഉണ്ട്. നമുക്കൊരു 2026 കൂടി എന്ത് ചെയ്യാം, 2025 അവസാനമോ 2026 ആയിട്ട് നമുക്ക് അടുത്ത അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്ത് വരുന്നത് നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ IRB ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ് ആണ് കേട്ടോ. റെഗുലർ വിങ് ആണ്. സോ IRBയുടെ പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. IRBയുടെ പരീക്ഷയ്ക്ക് ഫിസിക്കൽ ടെസ്റ്റിനേക്കാൾ അതിന് മുമ്പ് ഒരു സാധനം ഉണ്ട്, എൻഡുറൻസ് ടെസ്റ്റ് എന്നും പറഞ്ഞിട്ടൊരു ടെസ്റ്റ് ഉണ്ട്. അതായത് റോഡ് റണ്ണാണ്, റോഡിലെ ഓട്ടമാണ്. 3 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട് ഓടണം. 3 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ടുള്ള റോഡ് റണ്ണാണ് എൻഡുറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അത് IRBയുടെ 2 സംഭവത്തിനുണ്ട്. IRB റെഗുലർ വിങ്ങിനും ഉണ്ട്, കമാൻഡോ വിങ്ങിനും അങ്ങനത്തെ ഒരു ടെസ്റ്റ് ആദ്യം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ്. ഏജ് ലിമിറ്റ് 18-26 വയസ്സാണ്. നമ്മൾ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൽ 36 എന്നല്ലേ കണ്ടേ, പക്ഷേ ഇവിടെ 10 കൂടെ കുറഞ്ഞു. 18-26 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBC കാൻഡിഡേറ്റ് ആണ് നിങ്ങളെങ്കിൽ 29 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സുള്ള ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ സാലറി 22,200, 48,000 ആണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. ഫിസിക്കലി ഇവിടെ വരുന്ന ക്വാളിഫിക്കേഷൻ ഹൈറ്റ് 167 സെൻറ്റിമീറ്റർ വേണം. അതെല്ലാവർക്കും, അത് SC/STക്കാർക്ക് പ്രത്യേകിച്ച് ഇളവ് വരുന്നില്ല. എല്ലാവർക്കും 167 സെൻറ്റിമീറ്റർ നീളം വേണം. അതുപോലെ 81 സെൻറ്റിമീറ്റർ നെഞ്ചളവും ചെസ്റ്റ് അളവും വേണം. ഇനി അടുത്ത ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഒക്ടോബർ 2021 ഒക്ടോബറിലാണ് ഏറ്റവും അവസാനമായിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത്. അന്ന് അതിൻ്റെ എക്സാം നടന്നത് 2021 നോട്ടിഫിക്കേഷൻ വരുന്നു. 2023 മെയ് മാസം ഇതിൻ്റെ പരീക്ഷ നടക്കുന്നു. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ് കട്ട് ഓഫ് വരുന്നത് 32.86 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കട്ട് ഓഫ് വന്നു. ഷോർട്ട് ലിസ്റ്റിൽ 1251 പേര് മെയിൻ ലിസ്റ്റിലുണ്ടായിരുന്നു. ഷോർട്ട് ലിസ്റ്റിൽ മൊത്തം മെയിൻ ലിസ്റ്റിൽ 1251 പേരുണ്ടായിരുന്നു ഷോർട്ട് ലിസ്റ്റിൽ. അതിനുശേഷം റാങ്ക് ലിസ്റ്റ് 2024 ഏപ്രിലാണ് വന്നത്. അതായത് നമ്മുടെ ഈ വർഷം 2024 ഏപ്രിലാണ് റാങ്ക് ലിസ്റ്റ് വരുന്നത്. മെയിൻ ലിസ്റ്റിൽ മൊത്തം 708 പേരാണ് ഇതിന് റാങ്ക് ലിസ്റ്റിലുള്ളത്. ഓക്കെ, ഇതിന് മുമ്പ് 2016 നോട്ടിഫിക്കേഷൻ വന്നത്. 2016 ജൂലൈയിൽ തന്നെ എക്സാം നടന്നു. റാങ്ക് ലിസ്റ്റ് 2018 വന്നു. പൊതുവേ ഈ IRB റെഗുലർ വിങ്ങിൽ വലിയ നിയമനം നടക്കാറില്ല. ഒരു 100, 120, 130 റേഞ്ചിലാണ് പലപ്പോഴും ഇതിനകത്ത് IRB റെഗുലർ വിങ്ങിൽ നിയമനങ്ങൾ നടക്കാറുള്ളൂ. നമ്മുടെ പോലീസ് CPO പോലെ അത്രത്തോളം നിയമനങ്ങൾ നടക്കാറില്ല. അപ്പോൾ ഇതാണ് IRB റെഗുലർ വിങ് എന്ന് പറയുന്നത്. പിന്നെ അതിനകത്ത് എൻഡുറൻസ് ടെസ്റ്റ് മറക്കരുത്. നമ്മുടെ ഈ പരീക്ഷകളും ഉണ്ട്, ഫിസിക്കൽ ടെസ്റ്റും ഉണ്ട്, അതുപോലെ എൻഡുറൻസ് ടെസ്റ്റും ഉണ്ട് കേട്ടോ. യെസ്, ഇനി അടുത്തത് IRBയുടെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ IRBയുടെ തന്നെ കമാൻഡോ വിങ് ആണ്. കമാൻഡോ വിങ്ങിൽ കുറച്ചും കൂടി പ്രായം കുറയുന്നുണ്ട്. നമ്മുടെ ഇതൊരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ. അത് ജില്ലാതലമല്ല, സംസ്ഥാന തലത്തിലുള്ളൊരു നോട്ടിഫിക്കേഷൻ ആണ്. ഏജ് ലിമിറ്റ് 18-22 വയസ്സാണ്. ഇവിടെ എന്തില്ല, ഏജ് റിലാക്സേഷൻ ആർക്കും ഇല്ല. OBCക്കാർക്കോ SC/STക്കാർക്കോ ആർക്കും ഇല്ല. 18-22 വയസ്സ് ഇതുള്ള എല്ലാവർക്കും അത്രയും പ്രായം പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ കമാൻഡോ വിങ്ങിലേക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ കേട്ടോ. 18-22 വയസ്സാണ്. സാലറി 31,100, 66,800 ആണ്. മറ്റേനേക്കാൾ കുറച്ചൊരു കൂടുതലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ റെഗുലർ വിങ്ങിനേക്കാളും സാലറി കൂടുതലാണ് കമാൻഡോ വിങ്ങിന്. അതുപോലെ ഫിസിക്കലിൽ പറയുമ്പോൾ 167 സെൻറ്റിമീറ്റർ നീളം വേണം, 81 സെൻറ്റിമീറ്റർ ചെസ്റ്റ് ഉണ്ടായിരിക്കണം. അതിലും യാതൊരു ഇളവുമില്ല. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ എൻഡുറൻസ് ടെസ്റ്റ് ഇവിടെ ഉണ്ട്, 3 കിലോമീറ്റർ 13 മിനിറ്റ്. അതുപോലെ ഇതിൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2022 മെയ്യിലാണ്. എക്സാം നടന്നത് സെപ്റ്റംബർ 2022 പരീക്ഷ നടക്കുന്നു. കട്ട് ഓഫ് മാർക്ക് 53 മാർക്കാണ് കട്ട് ഓഫ് വന്നത്. ഓക്കെ, നമ്മുടെ ഇവിടെയും പൊതുവേ കമാൻഡോ വിങ്ങിലും നിയമനങ്ങൾ കുറവാണ് കേട്ടോ. ഒത്തിരി നിയമനങ്ങൾ നടക്കത്തില്ല, വളരെ കുറഞ്ഞ നിയമനങ്ങളാണ് കമാൻഡോ വിങ്ങിൽ നടക്കുന്നത്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് 2024 മെയ്യിലാണ്, നമ്മുടെ ഈ വർഷമാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ കമാൻഡോ വിങ് ആയാലും അതേപോലെ തന്നെ റെഗുലർ വിങ് ആണെങ്കിലും ഒരു 3 വർഷത്തേക്ക് ഗ്യാപ്പിലൊക്കെ തന്നെയാണ് നോട്ടിഫിക്കേഷൻസ് വരാറുള്ളത്. അപ്പോൾ അടുത്തൊരു നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാൻ കഴിയില്ല, കുറച്ച് അങ്ങോട്ടേക്ക് ചെന്നിട്ടാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തിലേക്ക് പോവാം. ഈ അടുത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ നമ്മളിപ്പോൾ പറഞ്ഞ ഈ 10ാം ക്ലാസ് ബേസിലുള്ള ഈ പോസ്റ്റ് ഉണ്ടല്ലോ, ഈ പോസ്റ്റിൽ അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസറിൽ സംസ്ഥാന തലത്തിൽ 1ാം റാങ്ക് നമ്മുടെ പ്രിയ ചുണക്കുട്ടിയായിരുന്ന നമ്മുടെ ചെക്കനാണ് ജോയൽ MJക്കാണ് 1ാം റാങ്ക് സംസ്ഥാന തലത്തിൽ ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സംസ്ഥാന തലത്തിൽ നമ്മുടെ IRB റെഗുലർ വിങ്ങിലെ 2ാം റാങ്കുകാരൻ നമ്മുടെ പ്രിയപ്പെട്ട ജസീൽ എന്ന പൊന്നുമോനായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ഇനി പരീക്ഷ ചെയ്യുന്നവർക്ക് ഉഷാറിന് വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഉൾപ്പെടുത്തിയതാണ്.
ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. അടുത്ത് നമ്മൾ +2 ലെവലിലാണ്. ഓക്കെ, അപ്പോൾ +2 ലെവലിലെ പ്രധാനപ്പെട്ട യൂണിഫോം പോസ്റ്റുകളിൽ ഒന്നാമത്തത് സിവിൽ പോലീസ് ഓഫീസറാണ്. യുവാക്കൾക്കുള്ളൊരു മികച്ച അവസരമാണ് സിവിൽ പോലീസ് ഓഫീസർ. കാരണം മുറയ്ക്ക് എല്ലാ വർഷവും ഒരു വർഷത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയിൽ ഓരോ വർഷവും മുറയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. യൂണിഫോം തസ്തികകളിൽ കൂടുതൽ നിയമനങ്ങൾ നടക്കുന്ന പോസ്റ്റും ഈ പറയുന്ന പോസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് സർക്കാർ സർവീസിൽ കയറാനുള്ള ഒരു മാർഗം കൂടിയാണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ, ഫയർമാന്, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ, പോലീസ് കോൺസ്റ്റബിൾ, മൗണ്ടഡ് പോലീസ്, ഇതെല്ലാം +2 യോഗ്യതയുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളാണ്. ഇതിനകത്ത് ഈ സിവിൽ പോലീസ് ഓഫീസറും സിവിൽ എക്സൈസ് ഓഫീസറും ഫയർമാനും ഇത് മൂന്നും ആണ് നമുക്ക് വർഷാവർഷം റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഒരു വർഷത്തെ കാലാവധിയിൽ നിലവിൽ PSC പ്രഖ്യാപിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്ക് ഈ സിവിൽ പോലീസ് ഓഫീസർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി രണ്ടും മെല്ലെയാണ്. ഒരു വർഷത്തെ ലിസ്റ്റിൻ്റെ കാലാവധി ഉള്ളൂ എങ്കിൽ തന്നെയും അതിന് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഇഴഞ്ഞിഴഞ്ഞാണ് പലപ്പോഴും വരാറുള്ളത്. പക്ഷേ സിവിൽ പോലീസ് ഓഫീസർ ഒരു മുടക്കം ഇല്ലാതെ എല്ലാ വർഷവും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കഴിഞ്ഞ തവണ 2022 നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷ 2023 ജൂലൈയിലൂടെ പരീക്ഷ നടന്നു, പിറ്റേ വർഷം റാങ്ക് ലിസ്റ്റ് വന്നു. 2023 ഡിസംബറിൽ വീണ്ടും അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. 2024 പരീക്ഷ വേണ്ടി ഇപ്പോൾ നടന്നു. ഇനി അടുത്ത 2025 റാങ്ക് ലിസ്റ്റ് വരും. അടുത്ത നോട്ടിഫിക്കേഷൻ 2024 ഈ വർഷം ഡിസംബറിൽ വരും. 2025 ജൂലൈ അവിടെ അനുബന്ധിച്ച് പരീക്ഷ നടക്കും. 2026 റാങ്ക് ലിസ്റ്റ് വരും. ഈ ഒരു മോഡലിലാണ് ഇപ്പം നിലവിൽ പോലീസ് കോൺസ്റ്റബിൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസംബറിൽ വരാൻ പോകുന്ന ഒരു മേജർ നോട്ടിഫിക്കേഷൻ ആണ് സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്നത്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം. അപ്പോൾ സിവിൽ പോലീസ് ഓഫീസറിലെ നമുക്കറിയാം CPO അല്ലെ, സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയും നമ്മുടെ CPO കോൺസ്റ്റബിൾ. ഇത് നമുക്കറിയാം ബറ്റാലിയൻ വൈസ് ആയിട്ടാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത്. ബറ്റാലിയൻ എന്ന് പറഞ്ഞാൽ ഇപ്പം ഓരോ ജില്ലയ്ക്കും അല്ല, മറിച്ച് ഓരോ ബറ്റാലിയൻ വൈസാണ്. അതായത് ഇപ്പോൾ നോക്കില്ല SAP എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം പോലീസ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് SAP എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ബറ്റാലിയൻ SAP എന്ന് പറയുന്ന ബറ്റാലിയൻ തിരുവനന്തപുരത്തെ അഭിമുഖീകരിക്കുന്നതാണ്. അപ്പോൾ തിരുവനന്തപുരം മൊത്തം വരുന്നത് SAP അണ്ടറിലാണ്. അടുത്ത MSP മലപ്പുറം സ്പെഷ്യൽ പോലീസ്, നമുക്കറിയാം അല്ലേ MSP. അപ്പോൾ മലബാർ സ്പെഷ്യൽ പോലീസ്, മലബാർ സ്പെഷ്യൽ പോലീസ് മലപ്പുറം ജില്ല, മെയിനായിട്ട് മലപ്പുറം ജില്ല അതിനകത്ത് ഉൾക്കൊള്ളുന്നത് MSPയിലാണ്. അതുപോലെ പിന്നെ വരുന്ന എല്ലാം KP 1 മുതൽ 5 വരെയാണ്. KP 1 എന്ന് പറയുന്നത് എറണാകുളമാണ്, പ്രധാനമായിട്ട് എറണാകുളം ജില്ല എല്ലാം വരുന്ന KP 1ലാണ്. അതുപോലെ തന്നെ തൃശ്ശൂരുകാർക്ക് പറ്റിയ സാധനം KP 2 ആണ്, KP 2 തൃശ്ശൂർ. അതുപോലെ തന്നെ തൃശ്ശൂർ മാത്രമല്ല പാലക്കാട് ഇതിനകത്ത് വരുന്നുണ്ട്. KP 3 എന്ന് പറയുന്നത് പത്തനംതിട്ടയാണ്, പത്തനംതിട്ട പ്രതിനിധീകരിക്കുന്നതാണ്. അത് പത്തനംതിട്ട ജില്ല മാത്രമല്ല, നമ്മുടെ കൊല്ലം, അതുപോലെ ആലപ്പുഴ, പത്തനംതിട്ട, ഈ 3 ജില്ലേൻ്റെ ആ ഒരു സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ പരിധി വരുന്നത് ഈ പത്തനംതിട്ട KP 3ലാണ്. അതുപോലെ KP 4 കാസർഗോഡ് വരുന്നുണ്ട്, കണ്ണൂർ, കാസർഗോഡ് വരുന്ന അതിനകത്താണ്. അതുപോലെ തന്നെ നമ്മുടെ വയനാട് അതിനകത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ KP ഈ MSPയിൽ മലപ്പുറം മാത്രമല്ല കേട്ടോ, MSPയിൽ മലപ്പുറം, കോഴിക്കോട്, ആ 2 ജില്ലേനെ MSP നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ KP 5 എന്ന് പറയുന്നത് ഇടുക്കിയാണ്, ഇടുക്കി, കോട്ടയം വരുന്നത് MSP നമ്മുടെ KP 5ലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ബറ്റാലിയൻ എന്ന് പറയുന്നത്. ഈ ബറ്റാലിയൻ നമുക്ക് ഏത് വേണം തിരഞ്ഞെടുക്കാം. നമ്മൾ ഏത് ബറ്റാലിയൻ തിരഞ്ഞെടുക്കുന്നു, നമ്മൾ ആ ബറ്റാലിയൻ്റെ കീഴിൽ പോയി കഴിഞ്ഞാൽ അതിനകത്ത് വരുന്ന ജില്ലകളിൽ മാത്രമേ നമുക്ക് പിന്നീട് സ്റ്റേഷൻ ഡ്യൂട്ടി കിട്ടുകയുള്ളൂ. അതാണ് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ബറ്റാലിയൻ വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഏത് ബറ്റാലിയൻ വേണം നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തിരഞ്ഞെടുക്കാം. ഏജ് ലിമിറ്റ് 18-26 വയസ്സാണ്. നിങ്ങളൊരു OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 29 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 31 വയസ്സുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സിവിൽ പോലീസിലേക്ക് അപ്ലൈ ചെയ്യാം. സാലറി എന്ന് പറയുന്നത് 31,100, 66,800 ആണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫിസിക്കലായിട്ട് വരുന്നത് 168 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉണ്ടാവണം, നീളം ഉണ്ടാവണം. ഇനി നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 160 മതി. ചെസ്റ്റ് ആണെങ്കിൽ 81 സെൻറ്റിമീറ്റർ ഉണ്ടാവണം. SC/ST കാൻഡിഡേറ്റിന് 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് നെഞ്ചളവുണ്ടായാൽ മതി. ഇനി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നാ വന്നേ, ഞാൻ പറഞ്ഞു 2023 ഡിസംബറിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. അതിന് മുമ്പ് വന്നതെന്നാ 2022 ഡിസംബറിലാണ് അതിന് മുമ്പ് വന്നത്. ഇനി വരാൻ പോകുന്നത് 2024 ഡിസംബറിലാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്നത്. ഇനി ഇവിടെ നമുക്കിപ്പോൾ ഈ 2023 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 2024 ജൂലൈയോടനുബന്ധിച്ച് നമ്മുടെ CPOയുടെ പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇനി അതിൻ്റെ ഫിസിക്കലൊക്കെ ഉടനെ വരും. ഫിസിക്കൽ കഴിഞ്ഞ് പിന്നീട് 2025 ഓടുകൂടി അതിൻ്റെ റാങ്ക് ലിസ്റ്റ്, ഏപ്രിലോടുകൂടി റാങ്ക് ലിസ്റ്റ് വരാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിന് മുമ്പ് നടന്ന 2022 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരം 2023 ജൂലൈയിൽ പരീക്ഷ നടന്നു. കട്ട് ഓഫും പറയുന്നത്, കട്ട് ഓഫ് ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഇപ്പോൾ ഓരോന്നിനും ഓരോ കട്ട് ഓഫ് ആയിരിക്കും. ഇപ്പോൾ SAPക്ക് ഒരു കട്ട് ഓഫ് ആയിരിക്കും, ഓരോന്നിനും ഓരോ കട്ട് ഓഫാണ് വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ കട്ട് ഓഫ് ഉണ്ടായിരുന്നത് MSP ആണ്. MSP മലബാർ സ്പെഷ്യൽ പോലീസിൽ 50 മാർക്കാണ് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. ഏറ്റവും കുറവുണ്ടായിരുന്നത് നമ്മുടെ
ഇടുക്കിയാണ് കേട്ടോ. KP5 ഉണ്ടായിരുന്നത്. ഇടുക്കിക്ക് 39.33 അവിടെ മാർക്ക് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ഇടുക്കിയും ഏറ്റവും കൂടുതൽ MSPയും ആയിരുന്നു. ബാക്കിയെല്ലാം ഒരേ റേഞ്ചാണ്, 45, 40 ആ ഒരു ഇടയ്ക്കാണ് ബാക്കിയുള്ള ബറ്റാലിയനൊക്കെ ഉണ്ടായിരുന്നത്. ഓക്കെ, യെസ്. ഇനി റാങ്ക് ലിസ്റ്റ്, ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നത് 2024 ഏപ്രിലാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുള്ളത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് 2024 വന്ന ആ റാങ്ക് ലിസ്റ്റാണ് ഇപ്പോൾ ഉള്ളത്. അത് കഴിയുമ്പോൾ ഇപ്പോൾ ഈ 2023 ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ളവരുണ്ടല്ലോ, ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞവർ, അവരുടെ റാങ്ക് ലിസ്റ്റ് പിന്നെ വരും. ആ റാങ്ക് ലിസ്റ്റ് അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ഈ 2024 ഡിസംബറിൽ വിളിക്കാൻ പോകുന്ന നോട്ടിഫിക്കേഷൻ ആൾക്കാർ വരും. ഇതാണ് ഈ ഒരു രീതിയിൽ കറക്റ്റ് ഓർഡറിലാണ് CPO പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ CPO വലിയൊരു പ്രതീക്ഷയാണ് ഉദ്യോഗാർത്ഥികൾക്ക്. എന്തായാലും ആ പ്രതീക്ഷയോടുകൂടി തന്നെ ഇപ്പോഴേ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. യെസ്, നമുക്ക് അടുത്തതിലേക്ക് പോകാം. സിവിൽ എക്സൈസ് ഓഫീസർ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1 വർഷത്തെ കാലാവധിയിൽ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ റാങ്ക് ലിസ്റ്റിന് ഉള്ളൂ എങ്കിലും നമ്മൾ CPO പോലൊരു ഫാസ്റ്റ് ആയിട്ടൊരു മൂവ്മെൻറ്റ് CEOയ്ക്ക് വരാറില്ല. അതുപോലെ തന്നെ CPOയിൽ നടക്കുന്ന അത്രത്തോളം നിയമനങ്ങളും CEOയിൽ ഉണ്ടാവാറില്ല. ഈ സിവിൽ എക്സൈസ് ഓഫീസർ എന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് വൈസാണ്, നമുക്ക് ജില്ലാ തലത്തിലുള്ളതാണ്. ഒരു ജില്ലയിൽ എത്രത്തോളം സിവിൽ എക്സൈസ് ഓഫീസർമാർ എടുത്തുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ അത്രയും വലിയൊരു സ്ട്രെങ്ത് അല്ല CEO എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിയമനങ്ങൾ പൊതുവേ പോലീസിൻ്റെ അത്ര പോലും, അതിൻ്റെ പാതി പോലും വരാറില്ല. അപ്പോൾ ഡിസ്ട്രിക്ട് വൈസായിട്ട് വരുന്ന ഈ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പോലീസിൽ നിന്നും വ്യത്യസ്തമാണ്. 19-31 വയസ്സാണ് ജനറൽ കാറ്റഗറിയുടെ പ്രായപരിധി എന്ന് പറയുന്നത്. അവിടെ OBC കാരനാണെങ്കിൽ 34 വയസ്സുള്ളവർക്ക് ഇനി എന്ത് ചെയ്യാം, സിവിൽ എക്സൈസ് ഓഫീസറിന് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങളൊരു SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 36 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സാലറി നോക്കിയേ, 27,900, 63,700. പോലീസിനേക്കാൾ സാലറി കുറവാണ് സിവിൽ എക്സൈസ് ഓഫീസറിന് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഫിസിക്കലി നോക്കിയേ, 165 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവണം. അത് SC/ST കാൻഡിഡേറ്റ് 160 മതി. അതുപോലെ നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ ഉണ്ടാവണം. SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 76 മതി. അതുപോലെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നാ വന്നേ? ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് സെപ്റ്റംബർ 2023 ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ സെപ്റ്റംബർ 2023 വന്നു. എക്സാം ഫെബ്രുവരി 2024 നടന്നു. കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞാൽ പല ജില്ലയിലാണ്. നേരത്തെ നമ്മൾ CPO പറഞ്ഞ പോലെ തന്നെ പല ജില്ലകളിലായിട്ടാണ് കട്ട് ഓഫ്. പല ജില്ലയ്ക്ക് പല കട്ട് ഓഫാണ്. 44, 50 ആ ഒരു റേഞ്ചിലാണ് പല ജില്ലകളിലായിട്ടും കട്ട് ഓഫ് വന്നത് കേട്ടോ. 50-ന് മുകളിലോട്ട് വലിയ ഒത്തിരി കൂടിയിട്ടില്ല. 50, 44, 42 ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റ് 2024 ജൂലൈയിലാണ് വന്നത്. ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. ഷോർട്ട് ലിസ്റ്റ് വന്നത് 2024 ജൂലൈയിൽ വന്നിട്ടുണ്ട്. ഇനി റാങ്ക് ലിസ്റ്റ് വരാനുണ്ട്. അപ്പോൾ 2023 സെപ്റ്റംബറിൽ വിളിച്ച ആ ഒരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് ഇനിയും വരേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടെ നിൽക്കുന്ന ഒരു സാധനം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കാം? ഈ പോലീസ് പോലെ CPO പോലെ ഉടനെ അടിയിൽ പ്രതീക്ഷിക്കാൻ പറ്റില്ല. 2025 പാതിയോടോ അല്ലെങ്കിൽ 2025 അവസാനത്തോടു കൂടി നമുക്ക് CEOയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി പറയാൻ പറ്റില്ല, PSC ആണ്, സൈക്കോ ആണ്. ചില സമയത്ത് എന്ത് ചെയ്യും, ചിലപ്പോൾ ചാടിയിട്ട് 2024 ഡിസംബർ സമയത്ത് തന്നെ ചിലപ്പോൾ എടുത്തിട്ട് അലക്കി കളയാം, പറയാൻ പറ്റില്ല. ഇനി അടുത്ത് നമ്മൾ ഫയർമാനിലേക്ക് പോവാണ്. പല നിരവധി ചെറുപ്പക്കാർ ഇങ്ങനെ നിരന്തരം ചോദിക്കുന്ന ഒരു പോസ്റ്റാണ് ഫയർമാൻ. എന്താണെന്നറിയില്ല, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കട്ട് ഓഫും കൂടുതലുള്ളൊരു പരീക്ഷയാണ് ഫയർമാൻ എന്ന് പറയുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്നൊരു പോസ്റ്റാണ് ഫയർമാൻ. അപ്പോൾ ഫയർമാൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് തന്നെയുള്ള ഒരു സാധനമാണ്. ഞാനിവിടെ എക്സ്ട്രാ ഒരു സാധനം ഇട്ടിട്ടുണ്ട്, സ്വിമ്മിങ്, നീന്തൽ അറിയണം കേട്ടോ, എല്ലാം പിടിച്ചൊരു മുക്കും. അപ്പോൾ നീന്തലും കൂടി ടെസ്റ്റും കൂടി ഇവിടെ എക്സ്ട്രാ ഇവിടെ കടന്നു വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷനുള്ള ഫയർമാൻ, അതിൻ്റെ ഏജ് ലിമിറ്റ് 18-26 വയസ്സാണ്. നിങ്ങൾ OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 29 വയസ്സ് വരെയും, നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 31 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഫയർമാൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി ഇവിടെ സാലറി നോക്കിയേ, 27,900, 63,700 നമ്മൾ നേരത്തെ പറഞ്ഞ സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ സെയിം സാലറി സ്കെയിലാണ്. അതായത് പോലീസിനേക്കാളും സാലറി കുറവാണ് ഫയർമാനിൽ വരുന്നത്. ഇനി അടുത്ത ഫിസിക്കൽ നിങ്ങൾ നോക്കിയേ, ഫിസിക്കലിലെ ഹൈറ്റ് 165 സെൻറ്റിമീറ്റർ നീളം ഉണ്ടാവണം. OBC കാൻഡിഡേറ്റ് SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 160 മതി. അതുപോലെ ചെസ്റ്റ് അളവ്, നെഞ്ചളവ് 81 സെൻറ്റിമീറ്റർ ഉണ്ടാവണം. നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 76 മതി. ഇതിന് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്, ഫയർമാൻ്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2023 വന്നു. എക്സാം ഡിസംബർ 2023 എക്സാം നടന്നു. കട്ട് ഓഫ് മാർക്ക് 57-33 കട്ട് ഓഫ് മാർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് മാർക്ക് 57-33. ഷോർട്ട് ലിസ്റ്റ് 2024 ജൂണിൽ വന്നിട്ടുണ്ട്. നേരത്തെ എക്സൈസിൻ്റെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. ഓക്കെ, ഇനി ഇതിന് മുമ്പ് 2019 അതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത്. 2023 മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത് 2019. 2019 നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ അന്ന് പ്രിലിംസും മെയിൻസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് പ്രിലിംസും മെയിൻസും ആ കോവിഡ് സമയം കൂടെ അല്ലേ, പ്രിലിംസും മെയിൻസും ഒക്കെ ഉണ്ടായിരുന്നു. അന്ന് കട്ട് ഓഫ് 61.33 മാർക്കാണ്. അത് മെയിൻസിൻ്റെ ആണ്, പ്രിലിംസിൻ്റെ അല്ല. മെയിൻസിൻ്റെ കട്ട് ഓഫ് 61 2019 നോട്ടിഫിക്കേഷൻ പ്രകാരം കട്ട് ഓഫ് എത്ര? 61. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന 2023 നടന്ന പരീക്ഷയുടെ കട്ട് ഓഫ് എത്രയാ?
അത് 57 മാർക്കായിരുന്നു കേട്ടോ. ഇനി അടുത്ത റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ 2019 നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് 2023 മെയ്യിൽ വന്നിട്ടുണ്ട്. ഇത് മെയിൻ ലിസ്റ്റിൽ 806 ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാലാവധി 2024 മെയ്യിൽ അവസാനിച്ചു കേട്ടോ. 2024 ഒരു വർഷത്തെ കാലാവധിയാണ്. ഫയർമാൻ്റെ ഏറ്റവും കുറഞ്ഞ കാലാവധി 1 വർഷമാണ്. അപ്പോൾ ബേസിക്കലി അതിൻ്റെ അടുത്ത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ വരേണ്ടതായിരുന്നു. പക്ഷേ അത് നോട്ടിഫിക്കേഷൻ വന്നു, പരീക്ഷ നടന്നെങ്കിൽ റാങ്ക് ലിസ്റ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇതും നമുക്ക് ഈ ഒരു 2025 കൂടിയേ നമുക്ക് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ കേട്ടോ. യെസ്, ഇനി അടുത്ത് വരാൻ പോകുന്നത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറാണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ നമ്മൾ നേരത്തെ ഇത് പറഞ്ഞതുപോലെ നമ്മുടെ IRB റെഗുലർ വിങ് പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഒരു എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് 2 കിലോമീറ്റർ 13 മിനിറ്റ് കൊണ്ട്. ഇതാണ് ഇവിടുത്തെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ എൻട്രൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഡിസ്ട്രിക്ട് വൈസ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് ആണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ. ഏജ് ലിമിറ്റ് 19-30 വയസ്സാണ് ഏജ് ലിമിറ്റ്. നേരത്തെ പറഞ്ഞ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 35 വയസ്സ് വരെയും, OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 33 വയസ്സുള്ള വിദ്യാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാം. സാലറി എന്ന് പറയുന്നത് 20,000, 45,800 ആണ്. ഫിസിക്കലി 168 ഹൈറ്റ് ഉണ്ടാവണം, 160 മതി SC/ST കാൻഡിഡേറ്റിന്. ചെസ്റ്റ് 81 സെന്റിമീറ്റർ ഉണ്ടാവണം. പിന്നീട് വികസിപ്പിക്കുമ്പോൾ 5 എല്ലായിടം വേണമുണ്ട്. ഞാൻ അത് പറയാതെ പോവാണ്. 81 മാത്രമേ പറഞ്ഞു പോകുന്നെങ്കിലും മറ്റേത് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു 5 സെന്റിമീറ്റർ വികസിപ്പിക്കുമ്പോൾ 5 സെന്റിമീറ്റർ വരണമെന്നുള്ളത്. ഓക്കെ, ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2022 ബീറ്റ് ഫോറസ്റ്റ് വന്നത്. എക്സാം ഇവിടെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എക്സാം, അതിനുശേഷം എൻട്രൻസ് ടെസ്റ്റ്, പിന്നെ ഫിസിക്കൽ കേട്ടോ. ഈ ഒരു രീതിയിലാണ് നമ്മുടെ പരീക്ഷ പോകുന്നത്. ഇനി എക്സാം കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് ഉണ്ടായിരുന്നു. പ്രിലിംസ് 2022 ഓഗസ്റ്റിൽ നടന്നു. മെയിൻസ് 2023 മെയ്യിലാണ് നടന്നത്. അന്നത്തെ കട്ട് ഓഫ് പ്രിലിംസിന് 47 മാർക്ക് പ്രിലിംസിന് കട്ട് ഓഫ് ഉണ്ടായിരുന്നു. മെയിൻസിൻ്റെ മാർക്ക് 59 മാർക്ക്. ഒന്ന് ആലോചിക്കുക, ഇത് എറണാകുളത്തിൻ്റെ മാത്രമാണ്, എല്ലാ ജില്ല എടുത്തിട്ടില്ല. അന്നത്തെ എറണാകുളം ജില്ലയുടെ കട്ട് ഓഫ് മെയിൻസ് 59 മാർക്ക് ഉണ്ടായിരുന്നു. 59.67 മാർക്കാണ് എറണാകുളത്തുണ്ടായിരുന്നത്. ഡിസ്ട്രിക്ട് വൈസ് ആണ് ഞാൻ പറഞ്ഞത്. ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറുടെ തസ്തികകൾ വരാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് എൻട്രൻസ് ടെസ്റ്റ് 2023 ഇതിൻ്റെ നടന്നത്. നവംബറിൽ നടന്നു. പിന്നീട് ബാക്കിയൊന്നും നടന്നിട്ടില്ല. എൻട്രൻസ് ടെസ്റ്റ് നടന്ന് നിൽക്കുകയാണ്. ഞാൻ ഡേറ്റ നോക്കിയിട്ട് ബാക്കി ഡേറ്റ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് നിലവിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിൻ്റെ ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറും ഈ പറഞ്ഞ ഒച്ചഴയുന്ന പോലെ അഴയുന്ന ഒരു പോസ്റ്റാണ്. എപ്പോഴും അങ്ങനെ വലുതായിട്ട് നിയമനം നടക്കുന്ന ഒരു പോസ്റ്റ് അല്ല. അതുപോലെ പെട്ടെന്ന് നമ്മുടെ CPO നടക്കുന്ന പോലെ ഒരു സ്പീഡപ്പിൽ ഇത് നടക്കാറില്ല. പയ്യെ മെല്ലെ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, യെസ്, നമുക്കിനി അടുത്തതിലേക്ക് പോകാം. അടുത്തത് പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസാണ്. +2 യോഗ്യതയിലെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സാധനമാണ് പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസ് എന്ന് പറഞ്ഞാൽ. +2 യോഗ്യത എന്ന് പറയുമ്പോഴും അവിടെ ഒരു എക്സ്ട്രാ സാധനം വരുന്നുണ്ട്. അത് വേറൊന്നുമല്ല, കുതിര ഓടിക്കാൻ അറിയണം. ഹോഴ്സ് റൈഡിങ്ങിന് 1 വർഷത്തെ എക്സ്പീരിയൻസ് ഈ സാധനത്തിന് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മുടെ കേരള പോലീസിൻ്റെ മൗണ്ടഡ് പോലീസ് അക്കാഡമിയിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പോലീസ് കോൺസ്റ്റബിൾ ഈ മൗണ്ടഡ് പോലീസ് ആയിട്ട് കയറി പറ്റാം. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ് വൈഡ് തന്നെയാണ്. ഏജ് ലിമിറ്റ് 18-26 വയസ്സാണ്. OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ 29 വയസ്സുള്ള OBC കാരന് അപ്ലൈ ചെയ്യാം. SC/ST കാരനാണെങ്കിൽ 31 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സാലറി 31,100, 66,800. നല്ല സാലറി അല്ലേ? ഓക്കെ, അപ്പോൾ ഇതാണ് സാലറി സ്കെയിൽ എന്ന് പറയുന്നത്. ഇനി ഫിസിക്കലി 168 സെന്റിമീറ്റർ നീളം ഉണ്ടാവണം. SC/ST കാൻഡിഡേറ്റ് 161 മതി. ചെസ്റ്റ് 81 സെന്റിമീറ്റർ ഉണ്ടാവണം. SC/ST കാൻഡിഡേറ്റ് 76 മതി. ഇനി ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്ന എന്നാ 2023 സെപ്റ്റംബറിലാണ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാം ജൂൺ 2024 നടന്നു. പക്ഷെ ബാക്കിയുള്ള പ്രോസസ്സ് വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ 2024 നമ്മുടെ ഈ വർഷം 2024 ജൂണിലാണ് ഇതിൻ്റെ പരീക്ഷ നടന്നത്. ഇനി എന്ത് പറയണം, ടെസ്റ്റൊക്കെ നടക്കണം. ഷോർട്ട് ലിസ്റ്റ് വരും. ഷോർട്ട് ലിസ്റ്റ് വന്ന ശേഷം ഫിസിക്കൽ നടക്കും. ഫിസിക്കലിന് ശേഷം വീണ്ടും റാങ്ക് ലിസ്റ്റ് വരും. ഇതാണ് പോലീസ് കോൺസ്റ്റബിൾ മൗണ്ടഡ് പോലീസിൻ്റെ അവസ്ഥ. ഇതും ഈ പറഞ്ഞ പോലെ പോലീസ് പോലെ സിവിൽ പോലീസ് ഓഫീസർ പോലെ എല്ലാ വർഷവും വരുന്നൊരു സാധനമല്ല. ഇടയ്ക്കിടയ്ക്ക് ഇരിക്കും. ഒരു 3 വർഷം 4 വർഷത്തെ ഗ്യാപ്പിലൊക്കെ വരുന്ന സാധനമാണ് കേട്ടോ. യെസ്, ഇനി നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഡിഗ്രി ലെവൽ. അപ്പോൾ നമ്മൾ +2 കഴിഞ്ഞു. 10th ലെവലിൽ യൂണിഫോം തസ്തിക കഴിഞ്ഞു. +2 ലെവൽ കഴിഞ്ഞു. ഇനി അടുത്ത ഡിഗ്രി യോഗ്യതയിലാണ്. അപ്പോൾ ഡിഗ്രി ലെവൽ പോസ്റ്റിൽ നമുക്ക് പറ്റുന്ന യൂണിഫോം തസ്തികകളിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസാണ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ, ഒരു SI ആകണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി ചെറുപ്പക്കാരുണ്ട്. അപ്പോൾ SI ആണ് ഒന്ന്. രണ്ടാമത്തത് എക്സൈസ് ഇൻസ്പെക്ടറാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ പോലീസ് കോൺസ്റ്റബിൾ, വിമൻ പോലീസ് കോൺസ്റ്റബിൾ രണ്ടായിട്ടാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ രണ്ടായിട്ടല്ല. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് വനിതകളും പുരുഷന്മാർ 2 പേരും ഉണ്ടാവും. 2 പേര് റാങ്ക് ലിസ്റ്റ് വരും. അതുപോലെ തന്നെ എക്സൈസ് ഇൻസ്പെക്ടറും അതേപോലെ തന്നെയാണ്. അസിസ്റ്റന്റ് ജയിലറുണ്ട്. അതേപോലെ തന്നെ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുണ്ട്. ഓക്കെ, ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ഇതിൽ അസിസ്റ്റന്റ്. ഈ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ ഡിഗ്രി തന്നെ ഒരു സയൻസ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. ബാക്കി 3 എണ്ണവും എനി സബ്ജക്റ്റ് ഡിഗ്രികൾ, ഏത് ബിടെക്കോ ഡിഗ്രിയോ എന്തുള്ളവർക്ക്, ഏത് സബ്ജക്റ്റിൽ ഡിഗ്രി ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ 3 എണ്ണത്തിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നിലേക്കും പോയാൽ ആദ്യം തന്നെ നമുക്ക് ആദ്യം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിലേക്ക് പോവാണ്.
സോ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ഒരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ, ഡിഗ്രി തലത്തിലുള്ള എല്ലാ പരീക്ഷകളും സ്റ്റേറ്റ് വൈഡ് തന്നെ ആയിരിക്കും കേട്ടോ. സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ, അതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസും ഉണ്ടാവും, മെയിൻസും പരീക്ഷ ഉറപ്പായിട്ടുണ്ടാവും. നമുക്ക് CPO ഇപ്പം എന്തില്ല, പ്രിലിംസ് മെയിൻസ് ഇല്ല, അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. CPO അതേപോലെ തന്നെ ഫയർമാൻ, അതുപോലെ സിവിൽ എക്സൈസ് ഓഫീസർ, ഇതിനൊന്നും പ്രിലിംസ് മെയിൻസ് എന്ന 2 ഘട്ടമില്ല, ഒറ്റ ഘട്ട പരീക്ഷ ഇപ്പോൾ നിലവിലുള്ളൂ, മറ്റേത് ഒഴിവാക്കിയിട്ടുണ്ട്. എന്നാൽ നമ്മൾക്ക് ഡിഗ്രി തലത്തിലുള്ള ഏതൊരു പരീക്ഷകൾക്കും പ്രിലിംസ് പരീക്ഷ ഉണ്ടാവും, മെയിൻസ് പരീക്ഷ ഉണ്ടാവും. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് സ്റ്റേറ്റ് വൈഡ് ആണ്. സിവിൽ പോലീസിലേക്കും അതേപോലെ ആംഡ് ബറ്റാലിയനിലേക്കുമാണ് ഈ ഒരു 2 തരത്തിലാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. 2ആയിട്ട് തന്നെ വരും, നമുക്ക് 2ആയിട്ട് അപ്ലൈ, ഒരേപോലെയാണ് വരുന്നത്, 2ആയിട്ട് തന്നെ വരും, നമുക്ക് 2ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും. ഒന്ന് ആംഡ് പോലീസ് സിവിൽ പോലീസിലേക്ക് SI ആയിട്ടും, അതേപോലെ ഒന്ന് ബറ്റാലിയനിൽ SI ആയിട്ടും, ഇങ്ങനെ 2ആയിട്ടാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. നമുക്ക് 2 അപ്ലൈ ചെയ്യാം. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് പൊതുവെ SIയുടെ നോട്ടിഫിക്കേഷൻ 3 തരത്തിലാണ് വരുന്നത്. 3 ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാം. ഒന്ന് ഓപ്പൺ മാർക്കറ്റ്, അതായത് നമ്മൾ സർക്കാർ ജോലിയൊന്നും നമുക്ക് ലഭിക്കാത്ത, നമ്മളെപ്പോലുള്ള നമുക്ക് എന്താണ് പുറത്ത് നിൽക്കുന്നവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഓപ്പൺ മാർക്കറ്റ്. ആ ഓപ്പൺ മാർക്കറ്റിൽ 20-31 വയസ്സാണ് ഏജ് ലിമിറ്റ്. SC കാൻഡിഡേറ്റ് ആണെങ്കിൽ 36 വയസ്സ് വരെയുള്ള ഒരാൾക്കും, OBC കാൻഡിഡേറ്റ് ആണെങ്കിൽ എത്ര വയസ്സാ, 34 വയസ്സുള്ള ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാം. ഇനി രണ്ടാമതൊരു വിഭാഗമുണ്ട്, മിനിസ്റ്റീരിയൽ, അതായത് സർക്കാർ സർവീസിലുള്ള ആൾക്കാർ. അവർക്ക് എന്ത് ചെയ്യാം, ഈ SI പോസ്റ്റിലേക്ക് പരീക്ഷ എഴുതാം. അപ്പോൾ അവർക്ക് മിനിസ്റ്റീരിയലുകാർക്ക് 36 വയസ്സ് വരെ, മാക്സിമം 36 വയസ്സ് കവിയാൻ പാടില്ല, അതുവരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ കോൺസ്റ്റാബിളറി ഉണ്ട്, നമ്മുടെ പോലീസിൽ തന്നെ ഫോഴ്സിൽ തന്നെ കോൺസ്റ്റബിളായി ജോലി ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യാം, SI പരീക്ഷ എഴുതാം. അപ്പോൾ അവർക്കും 36 വയസ്സ് കവിയാൻ പാടില്ല, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അതിൽ തന്നെ ഈ 36 വയസ്സാന്ന് പറയുന്ന സമയത്ത് അവിടെ ഈ SC കാൻഡിഡേറ്റ്സിനും OBC കാൻഡിഡേറ്റ്സിനും അതേപോലെ തന്നെ വയസ്സുള്ളവുണ്ട്. അതായത് ഈ ഒരു കോൺസ്റ്റാബിളറിയിൽ 36 വയസ്സുള്ള ഒരാൾ, അയാൾക്ക് OBC കാരാണെങ്കിൽ അയാൾക്ക് 39 വയസ്സുള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാം. SC കാർഡിലെ 41 വയസ്സുള്ള ഒരാൾക്ക് SI പരീക്ഷ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സാലറിയിലേക്ക് പോവുകയാണ്. സാലറി എന്ന് പറയുന്നത് 45,600, 95,600. ഇനി ഫിസിക്കൽ എന്ന് വരുന്നത് ഹൈറ്റ് 165, അതുപോലെ തന്നെ 165 ഒരു കോമഡി എന്താ അറിയോ, 165 അല്ല, 165.10. അത് ആരെ രക്ഷിക്കാന്നൊരു പിടുത്തമില്ല. ഇവിടെ ഫിസിക്കലിൽ വന്ന കഴിഞ്ഞ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നതാണ്. ഹൈറ്റ് എത്ര വേണം, 165.10 വേണം. SC കാൻഡിഡേറ്റ് ആണെങ്കിൽ 160.02 വേണം. ഇനി ചെസ്റ്റോ 81.28 സെൻറ്റിമീറ്റർ ആണ് ചെസ്റ്റ് അളവ്, നെഞ്ചളവ് വേണ്ടത്. ഈ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് ഡിസംബർ 2023 നമ്മൾ CPOയുടെ കാര്യം പറഞ്ഞ പോലെ ഈ വർഷാവർഷവും മുറയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 2022 ഡിസംബറിൽ ലാസ്റ്റ് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നു. തൊട്ട് അടുത്ത വർഷം 2023 ഡിസംബറിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. ഇനി അടുത്തത് നമ്മൾ തീർച്ചയായിട്ടും ആ ഒരു ഒഴുക്കിൽ പ്രതീക്ഷിക്കുന്നു. 2024 ഡിസംബറിൽ അടുത്ത SIയുടെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുമോ? അപ്പോൾ ഇവർ നേരത്തെ പറഞ്ഞ പ്രിലിംസ് മെയിൻസ് പരീക്ഷ ഉണ്ടായിരുന്നു. 2022 നോട്ടിഫിക്കേഷൻ പ്രകാരം പ്രിലിംസ് 2023 ഏപ്രിലിൽ നടന്നു, മെയ് മാസത്തിലായിട്ട് നടന്നു. അന്നത്തെ കട്ട് ഓഫ്, അതായത് 2022 നോട്ടിഫിക്കേഷൻ പ്രകാരം നടന്നപ്പോൾ പ്രിലിംസിൻ്റെ കട്ട് ഓഫ് 45.45 മാർക്കായിരുന്നു. മെയിൻസ് 2023 ഓഗസ്റ്റിൽ നടന്നു. സോ ഇതിൻ്റെ കട്ട് ഓഫ് 43.33 ആയിരുന്നു ഇതിൻ്റെ കട്ട് ഓഫ്. ഇതിൻ്റെയാണ്, അതായത് സിവിൽ പോലീസിൻ്റെ SIയുടെ കട്ട് ഓഫ് ആണ് കേട്ടോ. ഇതിനേക്കാൾ കുറച്ചുകൂടെ കുറവാണ് ആംഡ് ബറ്റാലിയനിൽ വരുന്നത്. ഇനി അടുത്തത് റാങ്ക് ലിസ്റ്റ് ആണ്. റാങ്ക് ലിസ്റ്റ് 2024 ജൂണിലാണ്. ഈ 2022 നോട്ടിഫിക്കേഷൻ പ്രകാരം വന്നതിൻ്റെ പരീക്ഷ കഴിഞ്ഞിട്ട് റാങ്ക് ലിസ്റ്റ് വന്നത് 2024 ജൂണിലാണ്. ഇനിയിപ്പോൾ നിലവിൽ 2023 ഡിസംബർ, അതായത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ വന്ന നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള പ്രിലിംസ് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട്. മെയിൻസ് ഇത് ഇപ്പോൾ നടക്കാൻ വേണ്ടി പോകുന്നു. ഇതാണ് അവസ്ഥ. ഇനി 2025 ജൂണോടുകൂടി എന്ത് ചെയ്യും, ഇപ്പോൾ നിലവിലുള്ള പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് വരും. അതിനൊരു വർഷം കാലാവധിയുണ്ട്. അപ്പോഴാണ് എന്ത് ചെയ്യും, PSC ആണ് ഇപ്പോൾ 2024 ഡിസംബറിൽ പുതിയ SI നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതും CPO പറഞ്ഞതുപോലെ തന്നെ ആ ഒരു താളത്തിലങ്ങ് പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും വിദ്യാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. യെസ്, ഇനി അടുത്തത് എക്സൈസ് ഇൻസ്പെക്ടറാണ്. നമ്മുടെ അപ്പുറത്ത് എക്സൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതേ മോഡൽ തന്നെയാണ്. ആ ഒരു സിവിൽ എക്സൈസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് എക്സൈസ് ഇൻസ്പെക്ടറുടെ കാര്യവും. ഈ SIയുടെ അത്രത്തോളം എന്തില്ല, ഒരു ഒഴുക്കില്ല. അപ്പോൾ ഈ മെല്ലെ നീക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിൽ സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ്. ഏജ് ലിമിറ്റ് 19-31 വയസ്സാണ്. ഏജ് റിലാക്സേഷൻ ഉണ്ട്. SC ST ആണെങ്കിൽ 36, OBC ആണെങ്കിൽ 34. സാലറി ആണെങ്കിൽ 43,400, 91,200. ഫിസിക്കൽ ഹൈറ്റ് എത്ര, ഫിസിക്കൽ ഇതെത്ര വരുന്നത്, 165 സെൻറ്റിമീറ്റർ നീളം വേണം. SC ST കാണാൻ 160 മതി. 81 സെൻറ്റിമീറ്റർ എല്ലാവർക്കും ചെസ്റ്റ് അളവ്, നെഞ്ചളവ് വേണം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ 2019 വന്നത്. പ്രിലിംസ് മെയിൻസും ഉണ്ടായിരുന്നു. പ്രിലിംസ് 2021 ഒക്ടോബറിൽ നടന്നു. സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ പ്രിലിംസിൻ്റെ മാർക്ക് 53.15 മാർക്കാണ്. മെയിൻസ് നടന്നത് 2022 നവംബറിലാണ്. മാർക്ക് 45 മാർക്കാണ്. അതായത് സിവിൽ എക്സൈസ് ഓഫീസറിൻ്റെ മെയിൻസിൻ്റെ മാർക്ക് 45 മാർക്കായിരുന്നു കട്ട് ഓഫ്.
റാങ്ക് ലിസ്റ്റ് ഡിസംബർ 2023 റാങ്ക് ലിസ്റ്റ് വന്നത്. ബേസിക്കലി ഇതിൻ്റെ കാലാവധി 1 വർഷമാണ്. 2024 ഡിസംബർ വരെയാണ് കാലാവധി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇത്തവണ എക്സൈസ് ഇൻസ്പെക്ടറും നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറും നമ്മുടെ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസും അതേപോലെ സിവിൽ എക്സൈസ് നമ്മുടെ എക്സൈസ് ഇൻസ്പെക്ടറും നമ്മൾ 2024 നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്ന പോസ്റ്റാണ്. ഓക്കെ ആണ്. ഇനി അടുത്തത് അസിസ്റ്റന്റ് ജയിലറാണ്. അസിസ്റ്റന്റ് ജയിലർക്ക് 3 വർഷത്തെ കാലാവധിയാണ് റാങ്ക് ലിസ്റ്റിന് വരുന്നത്. 1 വർഷമല്ല, നമ്മുടെ SI പോലെ 1 വർഷമല്ല, 3 വർഷമാണ് അസിസ്റ്റന്റ് ജയിലറുടെ കാലാവധി വരുന്നത്. അപ്പോൾ അത് ഒരു സ്റ്റേറ്റ് വൈഡ് നോട്ടിഫിക്കേഷൻ ആണ്. ഏജ് ലിമിറ്റ് 18-36 വയസ്സ് വരെ ഉണ്ട് കേട്ടോ. 18-36 വയസ്സ് വരെ ഉണ്ട്. OBCക്കാർക്ക് 39 വരെയും SC കാൻഡിഡേറ്റിന് 41 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. സാലറി 30,700, 65,400. ഫിസിക്കൽ 165 സെന്റിമീറ്റർ നീളം ഉണ്ടാവണം. 160 SCക്കാർക്ക് മതി. 81.3 സെന്റിമീറ്റർ ചെസ്റ്റ് നെഞ്ചളവ് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വന്നത് 2019 ഡിസംബറിലാണ്. കോവിഡിൽ മുങ്ങിപ്പോയി, കാര്യങ്ങൾ ലേറ്റായി. പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു. പ്രിലിംസ് നടന്നത് 2021 ഒക്ടോബറിലാണെങ്കിൽ അന്നത്തെ പ്രിലിംസിന്റെ മാർക്ക് കട്ട് ഓഫ് മാർക്ക് 50.72 മാർക്കായിരുന്നു. മെയിൻസിൻ്റെ 2024 നവംബറിൽ മെയിൻസ് നടന്നു. മെയിൻസിൻ്റെ കട്ട് ഓഫ് നോക്കിയേ 37.33 മാർക്കായിരുന്നു നമ്മുടെ മെയിൻസിൻ്റെ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ. ഇനി റാങ്ക് ലിസ്റ്റ് 2023 ഡിസംബറിൽ റാങ്ക് ലിസ്റ്റ് വന്നു. അസിസ്റ്റന്റ് ജയിലറിൽ കേരളത്തിലെ ആദ്യത്തെ റാങ്ക് 1ാം റാങ്ക് അനന്തൻ ഉണ്ണിക്കായിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട എൻ്റെ സ്റ്റുഡൻറ് കൂടിയായിരുന്നു അനന്തൻ ഉണ്ണി. അനന്തൻ ഉണ്ണിയുടെ വീഡിയോ ഒക്കെ നമ്മൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അനന്തൻ ഉണ്ണിക്ക് നമ്മുടെ അസിസ്റ്റന്റ് ജയിലറിൽ 1ാം റാങ്ക് ഉണ്ടായിരുന്നു. പിന്നെ നേരത്തെ പറഞ്ഞ SIയിലൊക്കെ നമുക്ക് 5ാം റാങ്കും 4ാം റാങ്കും 8ാം റാങ്കും 10ാം റാങ്കൊക്കെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ പോലീസ് യൂണിഫോം തസ്തികകളിൽ നിരവധി റാങ്കുകൾ, പ്രത്യേകിച്ച് പോലീസിലാണെങ്കിൽ പല ബറ്റാലിയനിൽ 1ാം റാങ്ക് നമുക്കുണ്ടായിരുന്നു. 3 ബറ്റാലിയൻ 1ാം റാങ്ക് എൻ്റെ സ്റ്റുഡൻസിന് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു എല്ലാ ഫിസിക്കൽ ഫോഴ്സിൻ്റെ ജോലികൾക്കും എന്തുണ്ട്, ഒരു ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത് 8 ഐറ്റം ആണ്. ഈ 8 ഐറ്റത്തിൽ 5 ഐറ്റം പാസ്സായാൽ മതി. ആ 8 ഐറ്റം ഏതൊക്കെയാണ്? ഒന്നാമത്തെ 100 മീറ്റർ ഓട്ടമാണ്, 14 സെക്കൻഡ് കൊണ്ട് ഓടിക്കയറണം. അടുത്ത ഹൈ ജമ്പ് ആണ്. ഹൈ ജമ്പ് 132.20 സെന്റിമീറ്റർ, അത് നമ്മൾ ചാടണം. അതുപോലെ തന്നെ ലോങ് ജമ്പ് 457.20 സെന്റിമീറ്റർ ചാടണം. അതുപോലെ തന്നെ പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ നമ്മുടെ 7264 ഗ്രാം കനം വരുന്ന നമ്മുടെ ഇതുണ്ടല്ലോ ഷോർട്ട് പുട്ട് ഉണ്ടല്ലോ, ഷോർട്ട് പുട്ട് എറിയുക എന്നുള്ളതാണ്. അപ്പോൾ അത് 609.60 സെന്റിമീറ്റർ ദൂരത്തേക്ക് എറിയണം. അതേപോലെ തന്നെ ക്രിക്കറ്റ് ബോൾ എടുത്തിട്ട് എറിയണം, അത് 6900 സെന്റിമീറ്റർ എറിയണം. അതുപോലെ റോപ്പ് ക്ലൈമ്പിംഗ് ഉണ്ട്, കൈ മാത്രം യൂസ് ചെയ്യാൻ പറ്റും, യൂസിങ് ഹാൻഡ്സ് ഉള്ളിയാണ്. അപ്പോൾ അത് 365.8 സെന്റിമീറ്റർ ഉയരത്തിൽ എന്ത് ചെയ്യണം, നമ്മൾ റോപ്പ് ക്ലൈംബ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ പുള്ളപ്പ് ഓർ ചിന്നിങ് ഉണ്ട്, അത് 8 വട്ടം ചെയ്യാനുണ്ട്, 8 ടൈംസ് ആണ്. അതുപോലെ തന്നെ 1500 മീറ്റർ ഓട്ടം, അത് 5 മിനിറ്റ് 44 സെക്കൻഡ് കൊണ്ട് ഓടിച്ച് കയറണം. അപ്പോൾ ഇത്രയൊന്നും പോകണ്ടറിയാം, നമുക്ക് ആദ്യത്തെ 5 ഐറ്റം തന്നെ അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ആദ്യത്തെ 5 ഐറ്റം ഏതെങ്കിലും ഒരു 5 ഐറ്റം നമ്മളിനകത്ത് പാസ്സാകും. ഇതാണ് നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പൊതുവേ ജനറലായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന യൂണിഫോം തസ്തികകൾ എന്ന് പറയുന്നത്. നമുക്ക് കൂടുതൽ ഓരോ യൂണിഫോം തസ്തികകളെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ വനിതകൾക്കുള്ള യൂണിഫോം ജോലികൾ ഏതൊക്കെയാണെന്നുള്ള വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ യൂണിഫോം തസ്തികയിൽ ഡ്രൈവർ പോലുള്ള പരീക്ഷകൾ വരാറുണ്ട്. ഇപ്പോൾ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, ഫയർമാൻ ഡ്രൈവർ, ഇങ്ങനെ പറയുക എക്സൈസ് ഡ്രൈവർ എന്നൊക്കെ പറഞ്ഞ് ഡ്രൈവർ കുറേ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചും നമുക്ക് പിന്നീട് വേറൊരു വീഡിയോ ചെയ്യാം. സോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതിനു മുമ്പ് ഒരു കാര്യം പറയട്ടെ, ബി ദ ഫോഴ്സ്. അതായത് നിങ്ങൾക്കൊരു ഫോഴ്സ് ആവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ എൻട്രി ആപ്പിൽ എന്തുണ്ട്, കോഴ്സ് ഉണ്ട്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക കേട്ടോ. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം.